ഞങ്ങൾ എപ്പോഴും ആലോചിക്കുകയെ ലച്ചുവിനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണോ അതോ ഞങ്ങളെ കിട്ടിയത് ലച്ചുവിന്റെ ഭാഗ്യമാണോ എന്ന്. അവളെ ഞാൻ ഒരിക്കലും മരുമോളായിട്ട് കണ്ടിട്ടേ ഇല്ല അമ്മേ. എൻ്റെ മോളെ പോലെ തന്നെയാ. ഇത് ചുമ്മാ അമ്മായിയമ്മമാര് തള്ളാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, സത്യസന്ധമായിട്ടാ പറയുന്നത്. അതിപ്പോ എനിക്കറിയത്തില്ല, എന്നോട് സീത പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു കാര്യത്തിലേ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം അവളോടുള്ളൂ. സിദ്ധു ഗൾഫിലായിരുന്നപ്പോഴും സിദ്ധു ഇവിടെ ലീവിന് വന്നപ്പോഴും അവൾ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അതിനെന്താ കുഴപ്പം? ലച്ചുവിന് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടമൊക്കെ അവള് ഇവിടെ നിൽക്കട്ടെ, അല്ലേ സീതേ? എന്നല്ല, അത് സീതയുടെ വലിയ മനസ്സ്. പിന്നെ അവൾ അവിടെ പാചകമൊക്കെ ചെയ്യൂ. അത് ഞാൻ കള്ളത്തരം പറയണോ സത്യം പറയണോ? സത്യം പറഞ്ഞാ മതി. എന്നാ പുറത്താരോട് പറയാതെ കരുതേ. ഇല്ല, പറയത്തില്ല. ലച്ചുവിന്റെ പാചകം ഉണ്ടല്ലോ ഭയങ്കര മോശമാ. പക്ഷെ ഇടക്ക് അവളൊരു കാന്താരി രസം വെക്കും, അടിപൊളി സാധനം. ഇതേക്കൂടെ നോക്കിയേ, എന്ന് വെച്ചാൽ നമുക്ക് എന്നും കാന്താരി രസം കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ, അവൾ എണീക്കുമ്പോൾ ഒരു 8:30-9 മണിയാവും. അതിന് മുന്നേ തന്നെ വീട്ടിലെ ജോലി എല്ലാം അങ്ങ് ചെയ്തേക്കും. അത് സീതയുടെ വലിയ മനസ്സ്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അയ്യോ, അതിന് മാത്രം വലിയ പ്രശ്നമുള്ള കാര്യമല്ലാണോ അമ്മ ഇത്? അവിടുത്തെ കൊച്ചു അങ്ങനെ തന്നെയല്ലേ? നമ്മള് കല്യാണത്തിന് മുന്നേ വരെ അങ്ങനെ തന്നെയായിരുന്നു. 9 മണി 9:30 കഴിയാതെ എണീക്കത്തില്ല. അതുപോലെ തന്നെയല്ലേ ലച്ചു ഞങ്ങൾക്ക്. അതും സീതയുടെ വലിയ മനസ്സ്. സീതയുടെ വലിയ മനസ്സ് ഞാനായിരുന്നെങ്കിലേ അടിച്ച് ശരിയാക്കിയാനായിരുന്നു. പക്ഷെ ഇത് ഭവാനി അമ്മയുടെ ചെറിയ മനസ്സ്. കാലഘട്ടം മാറില്ലേ, പിള്ളേരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെന്നേ. അല്ല പിന്നെ ഇതിനിടയ്ക്ക് ഒരു 3-4 ദിവസം ഞാനങ്ങ് വയ്യാണ്ട് കിടപ്പായിപ്പോയി. ഓ, അന്ന് സീത ശരിക്ക് ബുദ്ധിമുട്ടി. ലച്ചുവാണെങ്കിൽ ഇങ്ങോട്ടും പോന്നു. ഇങ്ങോട്ട് വന്നോ? എന്തിന്? അയ്യോ, അവളെ ഞാൻ അവിടെ ജോലിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ പരാതി. അല്ല, കാര്യം എന്താണെന്ന് നമുക്കല്ലേ അറിയാവുള്ളൂ, അല്ലേ ഏട്ടാ? അല്ല, പ്രശ്നമൊന്നുമില്ല, അത് വലിയ കാര്യമാക്കിയൊന്നും എടുക്കണ്ട. അല്ല, വയ്യാന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് വിളിച്ചില്ലയോ നിങ്ങള്? അല്ല, വിളിച്ചിരുന്നു. അപ്പൊ ലച്ചു ഇവിടെ എന്തോ തിരക്കിലായിരുന്നു, പിന്നെ ഞങ്ങള് ബുദ്ധിമുട്ടിച്ചില്ല. അതൊന്നും കാര്യാക്കണ്ട, കഴിഞ്ഞു പോയതല്ലേ. അന്നത്തോടുകൂടി എന്തായാലും ഒരു കാര്യം മനസ്സിലായി. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ മക്കളും ഉണ്ടാവില്ല, മരുമക്കളും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ലതേ, ഭർത്താവ് മാത്രമേ കാണുള്ളൂ. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. അതെന്റെ വലിയ മനസ്സ്. അപ്പൊ എനിക്കൊരു വയ്യായിക വന്ന എന്നെ നോക്കാനും കാണാനും ആരും ഉണ്ടാവത്തില്ല. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കൊച്ചുമക്കൾ ഇത്രയും പേരുള്ളപ്പോഴത്തേക്കും അവരുണ്ടാവത്തില്ലേ? സാധനം മേടിച്ചിട്ട് ബാക്കി കാശിന് മിഠായി മേടിച്ചോളാൻ പറഞ്ഞു, അതാ മേടിച്ചത്. കുഴപ്പമുണ്ടോ? എന്തോ നാടാ ഇത്, കെട്ടിക്കാറായി ഇപ്പോഴും മുട്ടായി ചവച്ചോണ്ട് നടക്കുക. ഈ ഇവനാണോ വയ്യാതെ കിടക്കുന്ന സമയത്ത് എന്നെ നോക്കുന്നത്? അതെന്തോ അമ്മൂമ്മേ, മിഠായി കഴിച്ചു കഴിഞ്ഞാൽ വയ്യാതിരിക്കുന്ന ആളെ നോക്കാൻ പറ്റൂലേ? കേട്ടോ, സർവ്വൻ പറയുന്നത് കേട്ടോ. ഓ, കാര്യം എന്താന്നോ, അമ്മയ്ക്ക് വയ്യാതായി കഴിഞ്ഞാൽ നിങ്ങൾ കൊച്ചുമക്കൾ നോക്കുവോന്നൊരു സംശയം. എന്തിനാ അങ്ങോട്ട് വൃത്തിയിട്ട സംശയം? ഇത്രയും പേരുടെ പടവല കിടക്കൂലേ, നമ്മൾ നോക്കാതെ വേറെ ആരും നോക്കായി? അത് തന്നെ, ഇവരാരും നോക്കിയില്ലെങ്കിൽ അമ്മമ്മയെ ഞാൻ നോക്കും. അല്ല, ഇപ്പൊ കാര്യമ്മക്ക് ആശ്വാസമായ മക്കളെ വന്നേ. ആര് നോക്കിയില്ലെങ്കിലും എന്റെ പൊന്നു മോൾ അമ്മൂമ്മയെ നോക്കുന്ന അമ്മൂമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ശരി. അയ്യോ, ആ കേശു, അമ്മമ്മക്ക് എന്തെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാല് നോക്കിക്കൊള്ളോണ്ടാ. അങ്ങനൊക്കെ പറയണേ, നമ്മളല്ല വേറെ ആരും നോക്കായി. സംഭവേ അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന ആലോചിക്കുമ്പോ ഓരോന്ന് പറയണേ, കാര്യമായിട്ട് എടുക്കണ്ട, വിട്ടേ. നിങ്ങളൊന്നും വിഷമിക്കണ്ട, എന്റെ പഠിപ്പ് നിർത്തിയിട്ടാണെങ്കിലും ഞാൻ അമ്മൂമ്മയെ നോക്കും. വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാൻ പഠിത്തം നിർത്താം, അമ്മമ്മയെ നോക്കാം.